ഇന്ത്യ മുന്നണി തകരുന്നു. ബീഹാറിൽ സഖ്യമില്ലെന്ന് ആവർത്തിച്ച RJD രാജ്യത്തെ ജനങ്ങളെപ്പോലെ ഘടകകക്ഷികൾക്കും കോൺഗ്രസിനെ വിശ്വാസമില്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പ്രതികരിച്ചു. മുന്നണി പിരിച്ചുവിടണമെന്ന് കൂടുതൽ നേതാക്കൾ ആവശ്യവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ബീഹാറിൽ സഖ്യമില്ല എന്ന് ആവർത്തിച്ച RJD രംഗത്തെത്തിയിട്ടുണ്ട്. അത് ഇന്ത്യ മുന്നണി ഒരു തകർച്ചയിലേക്ക് പോകുന്നു എന്നൊരു വലിയ സൂചനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന നേതാക്കളായ ഇപ്പോൾ ഉദ്ധവ് താക്കറെ, ശിവസേന ഉദ്ധവ് പക്ഷത്തിൻ്റെ നേതാവായ ഉദ്ധവ് താക്കറെയും ഒപ്പം അടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ബീഹാറിൽ സഖ്യമില്ല എന്ന് ആവർത്തിച്ച് RJDയും രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ ദേശീയ തലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് BJPക്കെതിരെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒപ്പം ശിവസേന ഉദ്ധവ് വിഭാഗവും RJDയും ലാലു പ്രസാദിന്റെ RJDയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ഉൾപ്പെടെ ഇന്ത്യ ബ്ലോക്കിന് പ്രത്യേകം സീറ്റ് അനുവദിക്കണമെന്ന ആവശ്യം പോലും ഈ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ ഒരു ഇന്ത്യ മുന്നണിക്ക് മാസങ്ങളുടെ മാത്രം ആയുസ്സേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദേശീയ തലത്തിൽ ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും തന്നെ ഇന്ത്യ മുന്നണി ഉണ്ടാകില്ല എന്നുള്ളതാണ് സൂചന. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ ആം ആദ്മിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. ഒരു കാരണവശാലും കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ ആം ആദ്മി സ്വീകരിച്ച നിലപാട്. ഒപ്പം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുകയാണ്. ബീഹാറിൽ കോൺഗ്രസുമായി കൂട്ടുകെട്ടില്ല എന്നും ഇന്ത്യ മുന്നണി ഉണ്ടാകില്ല എന്നുള്ളതും RJD നേതാവ് തേജസ്വി യാദവ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതൊന്നുകൂടി ഉറപ്പിക്കുകയാണ് ഇന്ന് RJD നേതാക്കൾ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും ഇന്ത്യ അലയൻസ് സംസ്ഥാനത്ത് സാധ്യമാകില്ല. സംസ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. മുന്നണി ഇല്ലാതെ മത്സരിക്കും എന്നുള്ളതാണ് RJD വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ BJP ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സംസ്ഥാനത്തും കോൺഗ്രസിനൊപ്പം ചേരാൻ മറ്റ് ഘടകകക്ഷികൾക്ക് താല്പര്യമില്ല. കോൺഗ്രസിനൊപ്പം നിന്നാൽ ഉള്ള വോട്ട് കൂടി നഷ്ടപ്പെടും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഘടകകക്ഷികൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. ഡൽഹിയിൽ ആം ആദ്മി ഇല്ലാതെ, ആം ആദ്മിക്കൊപ്പം നിൽക്കാതെ ഒരു മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് 100% ഉറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒന്നും നേടാൻ സാധിച്ചില്ല. ബീഹാറിലും സമാനമായ അവസ്ഥയാണുള്ളത്. അത്തരത്തിൽ മുന്നണി തകർന്നറിയുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും നിലവിലുള്ള പെർഫോമൻസ് നടത്താൻ സാധിക്കാതെ വരും. ഘടകകക്ഷികൾക്ക്, രാജ്യത്തെ ജനങ്ങളെ പോലെ ഘടകകക്ഷികൾക്കും കോൺഗ്രസിന് വിശ്വാസമില്ല എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയെ വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയും ഒപ്പം ബീഹാറിൽ നിന്നുള്ള നേതാവ് കൂടിയായിട്ടുള്ള ചിരാഗ് പാസ്വാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ പോലും അംഗീകരിക്കുന്നില്ല. അവർക്ക് പോലും കോൺഗ്രസിനെ താല്പര്യമില്ല. രാജ്യത്തെ ജനങ്ങളെ പോലെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും കോൺഗ്രസിൽ വിശ്വാസമില്ല എന്ന പ്രതികരണമാണ് ബീഹാറിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിലും സമാനമായ അവസ്ഥയാണുള്ളത്. നിഖിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അവിടെ ഉദ്ധവ് വിഭാഗം, ശിവസേന ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ വിഭാഗവും കോൺഗ്രസിനൊപ്പം നിൽക്കാതെ BJPയിലേക്ക്, NDAയിലേക്ക് ചായുന്നതിനുള്ള സൂചനകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ കോൺഗ്രസ് മുൻകൈയെടുത്തുകൊണ്ട് കെട്ടിപ്പൊക്കിയ ഇന്ത്യ മുന്നണി തകർന്നടിയുന്നു. ഇതിനോടകം തന്നെ ആ മുന്നണി രൂപീകരിക്കാൻ മുൻകൈയെടുത്ത നിതീഷ് കുമാർ NDAയിലേക്ക് എത്തിയിരുന്നു. ഇപ്പോഴുള്ള ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നണി വിടാനൊരുങ്ങുന്നു. ബീഹാറിൽ ഒരു കാരണവശാലും നിയമസഭയിൽ മുന്നണി സാധ്യമാകില്ല എന്നുള്ളതാണ് RJDയുടെ നിലപാട്. ഡൽഹിയിലും ആം ആദ്മിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കുകയാണ്. നിഖിൽ. ശരി ജിഷ്ണു, ഇന്ത്യ മുന്നണി തകരുന്നു, ബീഹാറിൽ സഖ്യമില്ലെന്ന് ആവർത്തിച്ച് RJD രംഗത്തെത്തി. രാജ്യത്തെ ജനങ്ങളെ പോലെ ഘടകകക്ഷികൾക്കും കോൺഗ്രസിന് വിശ്വാസമില്ലെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ പ്രതികരിച്ചു. മുന്നണി പിരിച്ചുവിടണമെന്ന് കൂടുതൽ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.